നമ്മുടെ ആത്മാവിൻ്റെ സോളിൻ്റെ ആന്തരിക ശക്തികൾ, ഇന്നർ പവറുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് പറ്റും. CCC പറയുന്നുണ്ട്, ദ പവേഴ്സ് ഓഫ് ആ സോൾ, ഹ്യൂമൻ സോൾ. ഉത്ഭവപാപത്തിന് മുമ്പ് സോളിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മേലൊക്കെ നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു. ആത്മാവ് വിചാരിച്ചെടുത്ത് ശരീരം പോകുമായിരുന്നു. പിന്നെ ഈ പ്രാർത്ഥന കുറയുമ്പോഴാണ് ശരീരം വിചാരിച്ചെടുത്ത് നമ്മൾ ആത്മാവിനെ കൊണ്ടുപോകാൻ നോക്കുന്നത്. ശരീരത്തിന് ഉറങ്ങാൻ തോന്നുമ്പോൾ പ്രാർത്ഥിക്കില്ല, ആത്മാവിൻ്റെ ആവശ്യം, ആത്മാവിൻ്റെ അഭിലാഷം നടക്കില്ല. ശരീരത്തിന് മടി വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കില്ല. ശരീരത്തിൽ ജഡിക പാപമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വോക്കൽ പ്രെയർ നമ്മളെ സഹായിക്കും. ഈവൻ ജഡിക പാപങ്ങളിൽ വീഴാതിരിക്കാൻ ഉറക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മളെ സഹായിക്കും. ജഡികാസക്തിയിൽ അല്ലെങ്കിൽ ലസ്റ്റിൻ്റെ അരൂപിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു അന്ധകാര സ്വാധീനത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കർത്താവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുകയല്ലേ. നമ്മൾ നമ്മുടെ ശരീരത്തിനെ തന്നെ എന്തിനു വഞ്ചിക്കണം?